സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ മലങ്കരയുടെ മണ്ണിൽ മാറ്റങ്ങൾ വിതച്ച അനുഗ്രഹീത സഭയാണ് മലങ്കര മാർത്തോമാ സുറിയാനി സഭ. ചില കാലഘട്ടങ്ങളിൽ പലതും നഷ്ടപ്പെടും എന്ന് അറിഞ്ഞപ്പോഴും മാതാപിതാക്കൾ കൂട്ടിവെച്ച പിടിയരിയും നുള്ളരിയുമൊക്കെ ഇന്ന് സഭയുടെ പോഷകമായ നടത്തിപ്പിന് കാരണഭൂതമായി. ഒന്നുമില്ലായിരുന്നിടത്തു നിന്നും ഈ സഭയെ ദൈവം വഴി നടത്തുകയും വളർത്തുകയും ചെയ്തു. പിതാക്കന്മാരുടെ പ്രാർത്ഥനയും ക്രാന്തദർശിത്വത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും സഭയെ എന്നും വേറിട്ടതായി നിലനിൽക്കുവാൻ സാധിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഭദ്രാസനങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായ ഭദ്രാസനമാണ് തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനം. അതിൽ തന്നെ കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രത്യേകമായ ദേശം സൗത്ത് ട്രാവൻകൂർ ആയി കണക്കാക്കുകയും അവിടുത്തെ സുവിശേഷ മിഷണറി പ്രവർത്തനങ്ങൾ അനുഗ്രഹീതമായി മുമ്പോട്ട് ചടുലമായി പോവുകയും ചെയ്യുന്നു. തുടക്കകാലം മുതലുള്ള അതിൻ്റെ ചരിത്രവും ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ദൈവം അനവരതമായി നൽകിയ നന്മകളെക്കുറിച്ചും റവറൻ ബ്ലൈസു വർഗീസ് അച്ഛനിലൂടെയും റവറൻ ജോൺ മാത്യു അച്ഛനിലൂടെയും നമുക്ക് ശ്രമിക്കാം. മാരാമൺ കൺവെൻഷൻ യോഗങ്ങളും തെക്കൻ തിരുവിതാംകൂർ മിഷൻ ഫീൽഡും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മാരാമൺ കൺവെൻഷൻ യോഗങ്ങളുടെ ആരംഭത്തിലെ ആദ്യ ദശകങ്ങളിൽ ഉണർവ് പ്രസംഗകരായിരുന്ന റവറൻ തോമസ് വോക്കർ തിരുനെൽവേലി, സിലോണിൽ നിന്നുള്ള VD ഡേവിഡ്, LM വേഡ്സ്വർത്ത് എന്നിവരുടെ പ്രേരണയാൽ സംഘത്തിൻ്റെ സുവിശേഷകന്മാരിൽ ചിലർ മാരാമൺ യോഹന്നാൻ ഉപദേശി, മെസേഴ്സ് TC വർക്കി, PO ചെറിയാൻ, TI വർഗീസ്, TJ വർക്കി ആശാൻ, KK തോമസ് തുടങ്ങിയവർ തെക്കൻ തിരുവിതാംകൂറിലും സിലോണിലും സുവിശേഷ പ്രചരണ യാത്രയ്ക്ക് പോയി. മിഷണറി യാത്രയ്ക്കായി 3 മാസം അവർ ചെലവിട്ടു. ജാഫ്നയിലും കൊളംബോയിലും നടത്തിയ പ്രസംഗങ്ങൾ, മലയാളത്തിൽ ചെയ്ത പ്രസംഗങ്ങൾ അവിടെയുള്ള ഒരു പാസ്റ്റർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മിഷണറി യാത്രയുടെ ഒരു ഘട്ടം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ അവർ 1905 മാരാമൺ കൺവെൻഷനിൽ അവരുടെ അനുഭവ കഥകളോടെ ഒരു യാത്രാ വിവരണം നടത്തി. തമിഴകരോട് ഞങ്ങൾ നിങ്ങളുടെ അയൽക്കാരാണെന്നും മാർത്തോമാ ശ്ലീഹായാൽ സുവിശേഷ ലഭിച്ചവരാണെന്നും മറ്റും ആഢ്യത്തോടെ പറഞ്ഞ മലങ്കര സുറിയാനി സുവിശേഷകരോട് നിങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കൊലപാതകരാണെന്നും നിങ്ങൾക്ക് ലഭിച്ച സുവിശേഷം അയൽക്കാരായ ഞങ്ങൾക്ക് അറിയിക്കാതെ ഇരുന്നതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സുവിശേഷം അറിയാതെ മരിക്കില്ലായിരുന്നു എന്നും തമിഴകർ പ്രതിവേദിച്ചത് കേട്ട് മാരാമൺ പന്തലിന് കീഴെ ഇരുന്നവരെല്ലാവരും കോരിത്തരിച്ചു. ഇതോടെ കൊല്ലം മുതൽ തെക്കോട്ടുള്ള ദേശങ്ങളിലെ അധസ്ഥിതരെ ഉദ്ദേശിച്ച് സുവിശേഷ വേല ആരംഭിച്ചു. ആറാമട, മങ്കാട് എന്നീ സ്ഥലങ്ങളിലും മുട്ടം, വിഴിഞ്ഞം എന്നിവിടങ്ങളിലും പരണ, താണി, സിറ്ററ എന്നീ സ്ഥലങ്ങളിലും വേല ആരംഭിച്ചു. മുട്ടത്തെ വേല വളരെ ഫലപ്രദമായിരുന്നു. എന്നാൽ സാമ്പത്തിക പരാധീനതകളാലും മാർത്തോമാ സുവിശേഷകരുടെ അപര്യാപ്തത മൂലവും 1910 തെക്കൻ മിഷൻ നിന്നുപോയി. പിന്നീട് 1934 എബ്രഹാം മാർത്തോമാ സഫ്രഗൻ മെത്രാപ്പൊലിത്തായുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മാർത്തോമാ യുവജന സഖ്യം സുവിശേഷ വേല പുനരാരംഭിച്ചു. ഞായറാഴ്ച തോറും സഖ്യ അംഗങ്ങൾ പട്ടണത്തിനടുത്തുള്ള ആനേറ എന്ന സ്ഥലം സന്ദർശിച്ചു. 10 വീടുകളിൽ നിന്ന് 45 ആളുകൾ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അപ്രകാരം 6 വർഷങ്ങൾക്കിടയിൽ ആനേറ, നേമം, എരുത്താവൂർ എന്നീ സഭകൾ രൂപീകരിക്കപ്പെട്ടു. കൊല്ലവർഷം 1115 ചിങ്ങമാസം 1-ാം തീയതി 1940 മുതൽ തെക്കൻ തിരുവിതാംകൂർ മിഷൻ എന്ന നാമത്തിൽ സംഘം ആ വേലസ്ഥലം ഏറ്റെടുത്തു. ആ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഗണ്യമായ പുരോഗതി ഉണ്ടായി. ബൈബിൾ ഫെയ്ത്ത് മിഷൻ സ്ഥാപിച്ച് സുവിശേഷ വേല നടത്തിക്കൊണ്ടിരുന്ന, സഭകൾ സ്ഥാപിച്ചുകൊണ്ടിരുന്ന
ഡോക്ടർ വേദാന്താചാരി പെട്ടെന്ന് നിര്യാതനായപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സഭകൾ ചുമതലക്കാരില്ലാതെ അനാഥമായി. തുടർന്ന് അവരുടെ പ്രതിനിധികൾ പാറ്റൂർ മാർത്തോമ പള്ളി വികാരി KA വർഗീസച്ചനെ സമീപിച്ച് അവരുടെ സഭകൾ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം ആ സഭകളും അതോടൊപ്പം വഴുതൂർ, പൂവച്ചൽ, നെടുമങ്ങാട്, പുലിയൂർ, ശ്രീകാര്യം എന്നിവിടങ്ങളിൽ സുവിശേഷ വേല വ്യാപിപ്പിച്ചു. 1980 സുവിശേഷ സംഘത്തിൻ്റെ സഭകൾ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ കൽപ്പന പ്രകാരം ഇടവകളായി ഉയർത്തി ഭദ്രാസനങ്ങളിൽ ചേർത്തപ്പോൾ ഈ ഫീൽഡിലുണ്ടായിരുന്ന 35 സഭകൾ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനത്തിലെ ഇടവകളായി തീർന്നു. 1999, 2000 അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഭദ്രാസന അധ്യക്ഷനായപ്പോൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും അവിടെയുള്ള ഇടവകളെ 4 സെൻറ്ററുകളായി തിരിക്കുകയും ചെയ്തു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആദ്യ പ്രീ ഡിഗ്രി ബാച്ചിൽ നിന്ന് യോഹന്നാൻ തിരുമേനി കണ്ടെത്തിയ ആളാണ് റവറൻ ഐ ജോർജ് അച്ഛൻ, അവിടെ നിന്നുള്ള ആദ്യത്തെ പട്ടക്കാരൻ. റവറൻ ഡോക്ടർ YT വിനയരാജ് അച്ഛനെ പോലെ പ്രശസ്തമായി ശുശ്രൂഷകൾ വ്യാപരിക്കുന്ന 14 പട്ടക്കാർ ഇപ്പോൾ ആ മേഖലയിൽ നിന്നുണ്ട്. അനേകർ സുവിശേഷകരായും പ്രവർത്തിക്കുന്നു. ഈ തെക്കൻ തിരുവിതാംകൂർ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രാദേശിക പ്രവർത്തകരും സേവിയാ സംഘ പ്രവർത്തകരോടൊപ്പം ബൈബിൾ വനിതകളും സജീവമായി സുവിശേഷ വേലയിൽ ഉണ്ടായിരുന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. വളരെയധികം സാധ്യതയുള്ള ഒരിടമായി തെക്കൻ തിരുവിതാംകൂർ മിഷൻ ഫീൽഡ് ഇന്നും സഭയുടെ അഭിമാന പ്രസ്ഥാനമായി നിലനിൽക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെട്ട കഴിഞ്ഞ 4 വർഷക്കാലമായി സൗത്ത് ട്രാവൻകൂർ മേഖലയിലെ എരുത്താവൂർ കേന്ദ്രമാക്കി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സർവശക്തനായ ദൈവതമ്പുരാൻ കൃപ ചെയ്തു. 2000 ആണ്ടുകളിൽ ഈ മേഖലയിൽ ചില പ്രധാനപ്പെട്ട സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടു. കാട്ടാക്കടയിലുള്ള വയോജന മന്ദിരം, പേയാടുള്ളതായ നൈർമല്യ ലഹരി വിമോചന കേന്ദ്രം, എരുത്താവൂർ മാർത്തോമ സ്കൂള്, ബേബി ക്രഷുകള്, CDCകള് ഒക്കെ തന്നെ ഈ മേഖലയിലെ മാർത്തോമ സഭയുടെ സുവിശേഷ ദൗത്യത്തിന്റെ സാമൂഹിക ദൃഷ്ടാന്തങ്ങളാണ്. ഇതിലൂടെയൊക്കെ മാർത്തോമ സഭാംഗങ്ങൾക്കും ഈ മേഖലയിലെ വിവിധ ജാതി മതസ്ഥരായ ആളുകൾക്കും ധാരാളം സഹായങ്ങൾ ലഭ്യമായി. പ്രത്യേകിച്ച് ഈ നാളുകളിലെ ക്രിസോസ്റ്റം ഗ്രാമവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുമായി ബന്ധപ്പെട്ടതായ പ്രവർത്തനങ്ങളും ഒത്തിരിയേറെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായി തീരുന്നു. പ്രത്യേകിച്ച് ധാരാളം കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിന് അത് വഴിതെളിക്കുന്നു. എന്നാൽ ഈ മേഖലയിൽ ഇനിയും നമുക്ക് പ്രൊഫഷണൽ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആവശ്യമാണ്. അത് തീർച്ചയായും ഈ മേഖലയിലെ യുവജനങ്ങളുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് സഹായിക്കും. അതിനായിട്ട് സഭ മുന്നിട്ട് പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ അനുഗ്രഹീതമായ സുവിശേഷ പ്രവർത്തനങ്ങളിൽ, ആ സുവിശേഷ പ്രവർത്തനങ്ങളുടെ വേലസ്ഥലങ്ങളിൽ അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്ന അനേകം സുവിശേഷകരുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവിക ദർശനങ്ങൾ പ്രാപിച്ചതും ജീവിതത്തിൻ്റെ പല മുഖാന്തരങ്ങളിൽ ദൈവം തന്നോട് പ്രവർത്തിച്ച മുഖാന്തരങ്ങളെയും കുറിച്ച് നമ്മോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഇവാഞ്ചലിസ്റ്റ് മനോജ്. എൻ്റെ പേര് മനോജ്. ഞാൻ കഴിഞ്ഞ 11 വർഷമായി മാർത്തോമ സഭയിൽ സുവിശേഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ നെയ്യാറ്റിൻകരയിൽ കോർണങ്കോട് ബദൽ മാർത്തോമ ഇടവക വിശ്വാസിയാണ്. തെക്കൻ തിരുവിതാംകൂറിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും വളരുവാനും പ്രവർത്തിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചത് തെക്കൻ തിരുവിതാംകൂറിലെന്ന് ഞാൻ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ എന്നെ ഇതുവരെ ദൈവം അതിശയകരമായി ശക്തീകരിച്ചു. കുഞ്ഞുനാളിൽ ഇടവക സംഘടനകളോട് ചേർന്നുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ, സൺഡേ സ്കൂളും യുവജന സഖ്യത്തിലും ചേർന്ന് നിന്നുള്ള
എൻ്റെ പ്രവർത്തനങ്ങൾ. മാത്രമല്ല, വിശുദ്ധ കുർബാനയിലും ആരാധനകളിലും അസിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വിധങ്ങൾ എന്നെ കൗതുകമുണർത്തുന്നതിലുപരി സുവിശേഷ വേലയ്ക്കായി എന്നെ ഓരോ ശുശ്രൂഷകളും ഒരുക്കുകയായിരുന്നു. മിഷണറി പ്രവർത്തകരുടെ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്ന് വന്നത്. ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം നിലനിർത്തിയത്. കുഞ്ഞുനാളിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൈപിടിച്ചാണ് മാരാമൺ കൺവെൻഷനിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പിതാവിൻ്റെയും കണ്ണുനീരിൻ്റെ ഫലമാണ് ഇന്ന് ഞാനിവിടെ ഒരു സുവിശേഷകനായിട്ട് ഇരിക്കുന്നത്. ഇത്തരത്തിൽ അനേകം സുവിശേഷകരും അനേകം അച്ഛന്മാരും തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് ഉയർന്ന് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെയും വളർച്ചയുടെ പ്രധാന കാരണം തെക്കൻ തിരുവിതാംകൂറിലെ അച്ഛന്മാരുടെയും സുവിശേഷകരുടെയും പ്രവർത്തനമാണ് എന്നതിൽ ഒട്ടും തന്നെ സംശയമില്ലാത്ത കാര്യമാണ്. മാരാമൺ മണൽപ്പുറത്തുള്ള എൻ്റെ ആത്മീയ ജീവിതം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ അനേകരുടെ കണ്ണീരൊപ്പുന്ന പ്രാർത്ഥനകളും ഓരോ തൂണിൽ ചാരി നിൽക്കുന്ന ഓരോരുത്തരുടെ വിശ്വാസ പ്രകടനങ്ങളും എന്നിലെപ്പോഴും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് മാരാമണിലേക്കുള്ള ദൂരം ഒട്ടും ചെറുതല്ല. എന്നാൽ ഉത്സവത്തിൻ്റെ പ്രതീതിയായ മാരാമണിലേക്ക്, വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ കാരണമായി തീരുന്ന മാരാമണിലേക്ക് പോവുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഏത് വിധേനയും മാരാമണ്ണിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അർത്ഥവത്തായ ഒന്ന് തന്നെ അത്രേ. പ്രത്യേകിച്ച് ഒരാഴ്ച നടക്കുന്നതായ മാരാമൺ കൺവെൻഷൻ, ആ മാരാമൺ മണൽപ്പുറത്തിരുന്ന് ദൈവവചനം കേൾക്കുമ്പോഴുള്ള അനുഭൂതി ഇന്നും എന്നിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ല. ഈ വർഷവും മാരാമൺ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ചെവികളെ നമുക്കൊരുമിച്ച് തുറക്കാം. എന്നെപ്പോലെ തന്നെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വരുന്ന ഏവർക്കും ഒരു വിശ്വാസത്തിൻ്റെ ഒരുമിച്ചുള്ള ഒരു കൂടിവരവിൻ്റെ ഇടമാണ് മാരാമൺ. അത്തരത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കൺവെൻഷനായി ഈ വർഷത്തെ കൺവെൻഷൻ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വചനം വിതയ്ക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം സമ്പുഷ്ടമായത് അത് വിതച്ച ഇടങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന ഒരു ജനത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മലങ്കരയുടെ മണ്ണിൽ മാറ്റങ്ങൾ വിതയ്ക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പുതിയ ദിശാബോധത്തോടെ പ്രവർത്തിക്കാൻ സഭയെയും സഭയിലെ വിശ്വാസികളെയും പിതാക്കന്മാരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി.